ഹായ്, വെൽക്കം ടു ലിൻസ് ഡയറി. ഇന്നൊരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് എപ്പിപ്രെംനം സെബു ബ്ലൂ അല്ലെങ്കിൽ സെബു ബ്ലൂ പോത്തോസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. ഇതൊരു കൊയർ സ്റ്റിക്കയിലാണ് കയറ്റി വിട്ടിരിക്കുന്നത്. ഇത് കൊയർ സ്റ്റിക്കയിൽ കയറ്റി വിടുമ്പോഴാണ് ഇതിൻ്റെ ലീഫൊക്കെ വലിപ്പത്തിൽ വരുന്നത്. ഇതിപ്പോൾ നട്ട സമയത്ത് അതിൻ്റെ ലീഫ് വളരെ ചെറിയ ലീഫായിരുന്നു. ഇത് സ്റ്റിക്കയിൽ പടർന്ന് കയറാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ വലിപ്പം കൂടി വരുന്നത് കണ്ടറിയാമല്ലോ. ക്ലൈംബിംഗ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ പ്ലാന്റുകളും ഇതുപോലെ നമുക്ക് വലിയ ലീഫാക്കി എടുക്കാൻ പറ്റും. ഒരു പ്ലാന്റ് മെച്യൂറായി കഴിയുമ്പോഴാണ് ഇതേപോലെയുള്ള ഫെനസ്ട്രേഷൻസ് കാണാൻ കഴിയുന്നത്. മോൺസ്റ്റേറയിലൊക്കെ കാണുന്നത് പോലെ ഇതുപോലെയുള്ള ഈ ഒരു ഓട്ടകളാണ് ഫെനസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഈ പ്ലാന്റിൻ്റെ മെച്യൂരിറ്റി വരുന്നതനുസരിച്ചാണ് അത് കാണുന്നത്. ചെറിയ പ്ലാന്റിൽ അതൊന്നും കാണാറില്ല. ഈ ഒരു പ്ലാന്റ് നോട്ട്സ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത് മണ്ണിലാണ്. അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇത് ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഈസി ടു കെയർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സിൽവറി ടച്ച് തോന്നിക്കുന്ന ബ്ലൂ ഗ്രീൻ കളറൊക്കെ മിക്സ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു കളറാണ് ഇതിൻ്റേത്. ഈസി ടു കെയർ ആണ്, ലോ മെയിൻ്റനൻസ് ആണ്, എയർ പ്യൂരിഫയർ ആണ്. അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ നഴ്സറികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. അല്പം ഒരു റയർ വെറൈറ്റികൾ പെടുന്നതായി ആണ് ഇത്. ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ചാൽ തന്നെ അതിൻ്റെ നോഡ് പ്രൊപ്പഗേഷനിലൂടെ ഒരുപാട് തൈകൾ ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചകിരിച്ചോറും മണ്ണും കൂടെ ചേർന്ന മിശ്രിതമാണ്. വേറെ ഒന്നും തന്നെ ഇപ്പോൾ വളമായിട്ടൊന്നും ചേർക്കുന്നില്ല. പിന്നെ അല്പം ഫംഗിസൈഡ് കൂടി ചേർക്കുന്നുണ്ട്. സാഫ് ഫംഗിസൈഡാണ് എടുത്തിട്ടുള്ളത്. ഫംഗസ് രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫംഗിസൈഡ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചെടി നടാം. പോട്ടിംഗ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കട്ടിങ്സ് നട്ട് വെക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്ന പോട്ട് ഈ ഒരു സൈസിലുള്ള പോട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നടുന്നതിന് മുമ്പ് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഹോൾസ് ഒക്കെ നല്ല വലിപ്പമുള്ളതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിന് വലിപ്പം ഉണ്ടാക്കി വലുതാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് അടഞ്ഞു പോയാൽ വെള്ളം കെട്ടി നിന്ന് പ്ലാന്റ് ചീഞ്ഞു പോകാനിടയാകും. കട്ടിങ്സ് നടുന്നതിന് മുമ്പ് അതിൻ്റെ ആ കട്ടിങ് വന്ന ഭാഗം ഫംഗിസൈഡിലൊന്നും മുക്കിയിട്ട് ആണ് നട്ടു കൊടുക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ കട്ടിങ്സും നട്ടിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ നനയ്ക്കണം. എന്നിട്ട് നല്ല തണൽ കിട്ടുന്ന എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം. 2 ആഴ്ച വരെ നല്ല തണലത്ത് തന്നെ ഇരിക്കണം. ഇതേപോലെ 3-4 നോട്ട്സോട് കൂടിയ സെബു ബ്ലൂ പ്ലാന്റ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.